ഫീൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഒരു നാട്, ആ നാടിന്റെ ഒരു സവിശേഷത, എനിക്ക് ചെറിയ കാലം തൊട്ട് ഈ പടക്കം അല്ലെങ്കിൽ വലിയ ശബ്ദങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. ഞങ്ങളുടെ നാട്ടിലെ തെയ്യം നടക്കുന്ന സമയത്ത്, ഉത്സവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എല്ലാവരും തെയ്യത്തിന് പോകുമ്പോ ഞാനും അമ്മമ്മയും മാത്രം വീട്ടിൽ തരിച്ച ആ സമയത്ത് അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ള തെയ്യം കഥകളിൽ നിന്നാണ് കഥയുടെ ഒരു ബീജം എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ആ അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിലെ കടുംചായകൾ, അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിലെ കഥാപാത്രങ്ങൾ, ആ ഒരു ഭൂമിക, ആ ഒരു ഭാഷ. അമ്മമ്മ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ലാത്ത ഒരാളാണ്. അമ്മമ്മ പറഞ്ഞിട്ടുള്ള കഥകളിൽ നിന്ന് ആണ് ഞാൻ കഥയെഴുത്തിലേക്ക് അല്ലെങ്കിൽ കഥയെഴുത്താണ് എന്റെ വഴി എന്ന് തിരിച്ചറിയുന്നത്. ശബ്ദം ഇടവരുന്നത് സംസാരിക്കുമെന്ന് ഞാൻ ആദ്യം തൊട്ട് വിചാരിച്ചതാണ്, പക്ഷെ അറിയാണ്ട് ഇടവരുന്നതാണ്, ക്ഷമിക്കാം. അപ്പോ അമ്മമ്മയുടെ ആ ഒരു അനുഗ്രഹവും ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഓരോ കഥ എഴുതി കഴിയുമ്പോഴും ഒരു ആത്മസംതൃപ്തി തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അത് ഷെഹർസാദ് എഴുതി കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണത് മറ്റാർക്കും വായിക്കാൻ കൊടുക്കാതെ അവിടെ വെച്ചിരുന്നത്. പക്ഷെ ഇതായിരിക്കും ഷെഹർസാദിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വേദി എന്ന് മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ ഇതായിരിക്കും ഷെഹർസാദ് വായിക്കപ്പെടേണ്ടുന്ന ഒരു സമയം എന്ന് കരുതുകയാണ്. അപരാജിതയെ പോലുള്ള, സുമതിയെ പോലുള്ള, സുമിത്രയെ പോലുള്ള ഒരുപാട് സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഗവേഷക സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ എത്രമാത്രം നമ്മുടെ മലയാള സാഹിത്യം അഡ്രസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അത്തരത്തിലുള്ള മേഖലകളിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. നേരത്തെ ഇതെല്ലാവരും സൂചിപ്പിച്ചതുപോലെ സുമതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം പോലെ അതിശക്തയായിട്ടുള്ള, വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആയിത്തീരട്ടെ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് സുമതി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ ഭാഷയിൽ ഇപ്പൊ തന്നെയും ഞാൻ വളരെ ബോധേഡായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കാനുള്ള അങ്ങനെ വളരെ ഫ്ലുവന്റ് ആയിട്ട് എനിക്ക് സംസാരിക്കാം. കാസർഗോഡ് ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിലും ഗംഭീരമായിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ വളരെ ബോധേഡായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ കാസർഗോഡ് ഭാഷ തമ്മിലുള്ള ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്. നേരത്തെ റഫീഖൊക്കെ സൂചിപ്പിച്ച ഉറുമ്പുപറ്റ എന്ന് പറയുന്ന കഥ അവാർഡിനെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ അവാർഡ് ലഭിച്ച സമയത്ത് അതിനകത്തുള്ള വാക്കുകളെ വിമർശിച്ചുകൊണ്ട് പല ഡിബേറ്റുകളും പലരും പറഞ്ഞു. ആ കഥ ആരംഭിക്കുന്നത് വെയിലം കൊടുക്കുക എന്നുള്ളൊരു വാക്കിന്റെ തുടക്കത്തിൽ തന്നെ വെയിലം കൊടുക്കുക എന്ന് പറയുന്നൊരു വാക്ക്. വെയിലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കരയാന്നുള്ളതാണ് അർത്ഥം. അപ്പൊ കരഞ്ഞു എന്ന് എഴുതിയാൽ പോലെ എങ്ങനെയാണ് വെയിലം കൊടുക്കുക എന്ന് എഴുതുന്നത് എന്ന് ചോദിച്ച ആൾക്കാരുണ്ടായി. എനിക്ക് പലപ്പോഴും അതേസമയം തന്നെ അത്തരം വാക്കുകൾ സ്റ്റാറിട്ട് അടിയിലെ അർത്ഥം കൊടുത്തുകൂടെ, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനോട് എന്തുകൊണ്ടോ എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. കാസർഗോഡ് ഭാഷ പോലെ തന്നെ, കണ്ണൂർ ഭാഷ പോലെ തന്നെ, കോഴിക്കോട് എല്ലാ പ്രാദേശിക ഭാഷകളെയും സ്വീകരിക്കാനും അത് കേൾക്കാനും എന്റെ നിഘണ്ടുവിലേക്ക് ഓരോ വാക്കിന്റെയും പര്യായങ്ങളെ കൂട്ടിച്ചേർക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തില് ഞാൻ ഓടുത്തോന്ന് ചോദിക്കുമ്പോ എന്നെ കളിയാക്കി ശ്രദ്ധിക്കുന്നു. ഓടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം. പിന്നീട് ഞാൻ അടുത്ത വട്ടം ഓടുത്തോന്ന് ചോദിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും എവിടെയെന്ന് ആണെന്ന് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം അവർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ എവിടെ എന്നുള്ള വാക്കിന്റെ കൂടെ അവർക്ക് ഞാൻ ഓടുത്തു എന്നുള്ള വാക്കും കൂടെ കൊടുത്തേക്കാണ്. അതിലുള്ള ഒരു സന്തോഷം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിതാർത്ഥ്യമുള്ള കാര്യമാണ്. ഷീലാമ സൂചിപ്പിച്ചതുപോലെ ഒരു കത്തിനകത്ത് പൂർണ്ണമായിട്ടും കാസർഗോഡ് നമ്മൾ തൃക്കരിപ്പൂർ ഭാഗത്ത് സംസാരിക്കുന്ന ഭാഷയിൽ പൂർണ്ണമായിട്ടും ആ കത്ത് എഴുതുന്നത് വളരെ ബോധപൂർവം ഞാൻ എഴുതിയതായിരുന്നു. അപ്പൊ എനിക്ക് പ്രസംഗത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ പ്രാദേശിക ഭാഷയിൽ സംസാരിക്കാനുള്ള ആഗ്രഹം എനിക്ക് അടക്കി വെക്കേണ്ടി വരുന്നത് പോലെ ആ കത്തിൽ വേണമെങ്കിൽ എനിക്ക് വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് തുടങ്ങിയിട്ട് നമ്മൾ കത്തെഴുതുന്നത് പോലെ എഴുതാമായിരുന്നു. പക്ഷെ
ആ ഷെഹർസാദിന്റെ ആ ഒരു സ്റ്റേജ്, ആ കത്തെഴുതുന്ന സാഹചര്യം, ആ ഒരു സാഹചര്യത്തിലെ ഷെഹർസാദിന്റെ തീരുമാനത്തിന്റെ നിലപാടിന്റെ ഉറപ്പ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രാദേശിക ഭാഷയിൽ തന്നെ ആ ഒരു കത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചത്. ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അങ്ങനെ ആ ഒരു പ്രാദേശിക ഭാഷ തന്നിട്ടുള്ള ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അതിൽ എന്റെ എല്ലാ എഴുത്തിലും ഉപയോഗിക്കാൻ ഇനിയും ഞാൻ ശ്രമിക്കും. അത് ഞാൻ എന്റെ വായനക്കാരോട് ചെയ്യുന്ന ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണാണ്. അത് എന്റെ ഭാഷ ഇത്തരത്തിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എല്ലാ പ്രാദേശിക ഭാഷകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വാക്കുകളും അത്തരത്തില് സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവട്ടെ എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പോലെ പ്രധാനപ്പെട്ടവരായിട്ട് തന്നെയാണ് ഞാൻ ഇതിലെ പുരുഷ കഥാപാത്രങ്ങളെയും കാണുന്നത്. അവര് ആ ഒരു കഥാപാത്രങ്ങളെ ഒന്ന് മനഃപൂർവ്വം ചെറുതാക്കി കളഞ്ഞതല്ല. ആ ഒരു കഥാപാത്രങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ഒരു സ്പേസ്, അല്ലെങ്കിൽ ഉദയെ പോലെയുള്ള കഥാപാത്രങ്ങൾ, സുരേഷിനെ പോലുള്ള കഥാപാത്രങ്ങള് കടന്നു വരേണ്ടുന്ന സമയത്തും ഇറങ്ങിപ്പോയേണ്ടുന്ന സമയത്തും അവർക്ക് ചെയ്തു വെക്കാനുള്ള കാര്യങ്ങൾ എന്റെ ഒരു ഫീമെയിൽ കേസിന്റെ കൂടി പ്രശ്നങ്ങളുണ്ടാവും എങ്കിൽ പോലും ഒരു പ്രണയത്തെയും സ്നേഹത്തെയും ഒക്കെ അത്തരത്തില് അവരെയും കൂടി അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളിലേക്ക് കൺവേ ചെയ്യപ്പെടും എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് എല്ലാവർക്കും ഷെഹർസാദ് ഒരു വായനാനുഭവം തരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതൊരു ആദ്യ സംരംഭമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇനി അങ്ങോട്ട് ഒരു വലിയ വഴി തുറന്നു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കൂടെ നിന്നിട്ടുള്ള ഏത് പ്രതിസന്ധി കാലത്തും കൂടെ നിന്നിട്ടുള്ള, ചേർത്ത് പിടിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരോടുള്ള നന്ദി പറഞ്ഞാൽ തീരില്ല. എങ്കിൽ പോലും ഒരുപാട് വട്ടം ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള വഴിയിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാവണം. ഈ ഒരു നിമിഷത്തെ ഏറ്റവും ഭംഗിയുള്ള, എന്റെ മനസ്സിലുള്ള എല്ലാ നിറങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് ഈ നിമിഷത്തെ ഞങ്ങളുടെ മനസ്സിൽ ചേർത്ത് വെക്കാൻ എല്ലാവർക്കും ഒരുപാട് സ്നേഹം.